ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് 8ാം ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റിൻ്റെ 3rd ചാപ്റ്ററാണ്, ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്ട്. ഇതിൽ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹോൾ എർത്ത്, അതായത് നമ്മുടെ ഭൂമിയിൽ എത്ര ലെയേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്, അതൊക്കെ എങ്ങനെയാണെന്നുള്ള ഇപ്പോൾ 8ാം ക്ലാസ് ആയതുകൊണ്ട് തന്നെ ബേസിക് കാര്യങ്ങൾ നമ്മൾ പഠിച്ചാൽ മതി. അപ്പോൾ പഠിക്കുന്നത് അത്രത്തോളം അതിൽ ഇൻവോൾവ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക, കാരണം ഫ്യൂച്ചറിൽ നിങ്ങൾക്കത് പലയിടത്തും ഉപകാരപ്പെടുന്നുണ്ട്. അപ്പോൾ ഇൻ സെർച്ച് ഓഫ് എർത്ത് സീക്രട്സിൻ്റെ അകത്ത് എന്തൊക്കെ വരുന്നുണ്ട് എന്ന് നമുക്ക് നോക്കാം. ക്രസ്റ്റ്, മാൻഡിൽ, കോർ, അതായത് എർത്തിൻ്റെ 3 ഡിവിഷൻസ് ആണ് ക്രസ്റ്റ്, മാൻഡിൽ, കോർ. അതായത് നമ്മൾ ആദ്യം കാണുന്ന നമ്മുടെ സർഫസ് ആണ് ക്രസ്റ്റ്. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത് അതിൻ്റെ അകത്തോട്ട് കുറച്ചുകൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്നത് മാൻഡിൽ, കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോകുമ്പോൾ കാണുന്നത് കോർ. ഈ ക്രസ്റ്റിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, സിയാലും സിമയും. മാൻഡിലിനെ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്, അപ്പർ മാൻഡിൽ, ലോവർ മാൻഡിൽ. കോറിന് ഇന്നർ കോറും ഔട്ടർ കോറും. ഈ സിയാലും സിമയും അപ്പർ മാൻഡിലും കൂടെ ചേരുന്നതാണെന്ത്, ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. ആ ലിത്തോസ്ഫിയറിൻ്റെ അകത്ത്, അതായത് നമ്മുടെ ആ സർഫസ്, അതിൻ്റെ അകത്താണ് ഇഗ്നിയസ് റോക്സ് ഉണ്ട്, സെഡിമെൻ്ററി റോക്സ് ഉണ്ട്, മെറ്റാമോർഫിക് റോക്സ് ഉണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഓരോന്നിനെ പറ്റി നമ്മൾ ആ പോർഷനിലെത്തുമ്പോൾ നമ്മൾ പഠിക്കും. ഇതിന് ഈ റോക്സിനെല്ലാം വെതറിങ് സംഭവിക്കുമ്പോഴത്തേക്കും ഫിസിക്കൽ, കെമിക്കൽ, ബയോളജിക്കൽ പ്രോസസ്സൊക്കെ നടക്കുന്നു, സോയിൽ ഫോം ചെയ്യുന്നു, സോയിൽ ഡിപ്ലീഷൻ സംഭവിക്കുന്നു, കൺസർവേഷൻ ചെയ്യുന്നു. അപ്പോൾ ഇതൊക്കെ ഓരോന്നിനെയും ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്ത് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. ഈ നോട്ട്സൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ എർത്തിൻ്റെ ഇൻറ്റീരിയറിലോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്ക് നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാമല്ലോ. ഇപ്പോൾ എർത്തിൻ്റെ ഇൻറ്റീരിയർ, അതായത് ഉള്ളിലോട്ട് പോകുമ്പോഴത്തേക്കും ചൂട് കൂടുതലാണ്, ഓക്സിജൻ കിട്ടത്തില്ല, ഗ്രാവിറ്റി കുറവാണ്, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യം, ഗ്രാവിറ്റേഷണൽ പുൾ കൂടുതലാണ് ഉള്ളിലോട്ട് പോകുമ്പോൾ. അപ്പോൾ അതൊക്കെ നമുക്കറിയാം. അപ്പോൾ എർത്തിൻ്റെ ഇൻറ്റീരിയറിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് ഹ്യൂമൻ അക്സസ് ചെയ്യാൻ പറ്റുന്നത് അത്രത്തോളം പറ്റില്ല, കാരണം ഉള്ളിലോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലോ, അതിനു മുമ്പേ ആള് തീരും. അപ്പോൾ നമുക്ക് പറ്റില്ല. ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഇൻസൈഡ് ദി എർത്ത് ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. അതായത് ഉള്ളിലോട്ട് പോകും തോറും, ഡീപ്പായി പൊക്കോണ്ടിരിക്കും തോറും ടെമ്പറേച്ചറും പ്രഷറും കൂടും. അപ്പം നമുക്ക് നമ്മുടെ അത് ഹ്യൂമൻ മാത്രമല്ല, ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനായിരുന്നാലും, മനുഷ്യനും മൃഗങ്ങൾക്കും എന്തിനും അതായത് നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. അതായത് നമുക്ക് ഇത് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മുടെ ബോഡിക്ക്. ഇത്ര പ്രഷറിൽ, ഇത്ര ടെമ്പറേച്ചറിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റൂ. അതിനെക്കാട്ടിലും ടെമ്പറേച്ചർ കൂടിയ, പ്രഷർ കൂടിയ ഏരിയയിലാണ് താഴോട്ട് പോകുമ്പോൾ. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ അങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റാത്തത്. ടെമ്പറേച്ചർ അറ്റ് ദ സെൻറ്റർ ഓഫ് ദി എർത്ത് ഈസ് അബൌട്ട് 5000 ഡിഗ്രി സെൽഷ്യസ്. അപ്പം ഏകദേശം എർത്തിൻ്റെ സെൻറ്ററിൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 5000 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഈവൻ ഒരു അയണിന് മെൽറ്റ് ചെയ്യാൻ വേണ്ടത് 1580 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, എർത്തിന് ഇത്ര ലെയേഴ്സ് ഉണ്ടായിരുന്നു, അല്ലാതെ നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ഇതിനെ പറ്റിയിട്ടുള്ള, ഈ ലെയേഴ്സിനെ പറ്റിയിട്ടുള്ളതും എർത്തിൻ്റെ ആ ഒരു കോമ്പോസിഷനൊക്കെ എങ്ങനെയാണ് നമുക്ക് ആ ഇൻഫോർമേഷൻ കിട്ടിയിട്ടുള്ള നമ്മുടെ സോഴ്സുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഈ വോൾക്കാനിക് ഇറപ്ഷൻ സംഭവിച്ച് സർഫസിൽ ഓരോ സാധനങ്ങൾ അടിഞ്ഞുകൂടുമെന്നൊക്കെ, ഒരു ലാവയിൽ നിന്ന് നമുക്ക് ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഡേറ്റ കളക്റ്റഡ് ഫ്രം മൈൻസിൽ നിന്നും, ഖനികളിൽ നിന്നും നമുക്ക് ഡീറ്റെയിൽസ് കണക്ട് ചെയ്യാൻ പറ്റും. അനലൈസിസ് ഓഫ് പ്രൊപ്പഗേഷൻ ഓഫ് വേവ്സ് ജനറേറ്റഡ് ഡ്യൂറിങ് എർത്ത് ക്വേക്സ്. അതായത് എർത്ത് ക്വേക്ക് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഭൂമിയിൽ അടിയിലുള്ള സീസ്മിക് വേവ്സിൻ്റെ ആ ഒരു ഇതാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വേറൊരു ക്ലാസ്സിൽ പറഞ്ഞുതരാം, എർത്ത് ക്വേക്ക് എന്താണെന്ന്. അപ്പോൾ ആ എർത്ത് ക്വേക്ക് വേവ്സിലൂടെയാണ്. അപ്പോൾ ആ വേവ്സ് ജനറേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഡീറ്റെയിൽസ് മനസ്സിലാവും, ഇൻഫോർമേഷൻ കിട്ടും. പിന്നെ ലെയേഴ്സ് ഓഫ് എർത്ത് ബേസ്ഡ് ഓൺ ദി അനാലിസിസ് ഡ്യൂറിങ് വേവ്സ്. അതായത് എർത്ത് ക്വേക്ക് സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന വേവ്സ്, അതായത് ഓരോ ലെയറിലും വേവ്സിൻ്റെ ഇൻറ്റൻസിറ്റി വ്യത്യസ്തമാണ്. അപ്പോൾ ആ വ്യത്യസ്തതയിൽ നിന്ന് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്രസ്റ്റ്, മാൻഡിൽ, ഇന്നർ കോർ, ഔട്ടർ കോർ. അതായത് ഇത് നമ്മൾ മുകളിൽ കണ്ടില്ലേ, അതേ സാധനം, ക്രസ്റ്റ്, മാൻഡിൽ, കോർ. അതായത് ഇതാണ് ബേസിക്, ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ലെയേഴ്സ്. ഇത് പിക്ചർ ടെക്സ്റ്റിൽ തരുന്നത് കൊണ്ട് ഞാൻ അതുപോലെ കോപ്പി ചെയ്തെടുത്തത് കൊണ്ടാണ് ഇപ്പം ഇങ്ങനെ സംഭവിക്കുന്നത്.
ക്രസ്റ്റിനെ പറ്റി, മാൻഡലിനെ പറ്റി, കോർ. അപ്പോൾ ഈ ക്രസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഔട്ടർ ലെയറിൽ കാണുന്ന ഒരു തിൻ ആയിട്ടുള്ള ഔട്ടർ ഷെല്ലായിട്ടാണ് ഇത് ആക്ട് ചെയ്യുന്നത്. അപ്രോക്സിമേറ്റ്ലി 40 കിലോമീറ്റർ തിക്കാണ് ഇതിനുള്ളത്. രണ്ട് പാർട്സ് ഉണ്ട്, കോണ്ടിനെന്റൽ ക്രസ്റ്റും ഉണ്ട്, ഓഷ്യാനിക് ക്രസ്റ്റും ഉണ്ട്. കോണ്ടിനെന്റൽ ക്രസ്റ്റും ഓഷ്യാനിക് ക്രസ്റ്റും ഇത് രണ്ടുമാണ് എവിടെ കാണുന്നത്? ക്രസ്റ്റിൽ കാണപ്പെടുന്നത്. കോണ്ടിനെന്റൽ ക്രസ്റ്റിനെയാണ് നമ്മൾ സിയാൽ എന്നും ഓഷ്യാനിക് ക്രസ്റ്റിനെയാണ് നമ്മൾ സിമ എന്നും പറയുന്നത്. അത് കഴിഞ്ഞാൽ മാൻഡിൽ. ഇത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ കുറച്ചുകൂടി രാവിലെ പഠിക്കാനിരിക്കുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ടിരിക്കുക. ലൊക്കേറ്റഡ് ബിനത്ത് ക്രസ്റ്റ്. ക്രസ്റ്റിന് താഴെ കാണുന്നതാണ് എന്ത്? മാൻഡിൽ. എക്സ്റ്റെൻസ് അപ് ടു 2900 കിലോമീറ്റർ വരെ പോകും. ക്രസ്റ്റിൽ നിന്ന് 2900 കിലോമീറ്റർ പോകും. രണ്ട് പാർട്സ് ആണുള്ളത്, അപ്പർ മാൻഡിൽ, ലോവർ മാൻഡിൽ. ദ അപ്പർ മാൻഡിൽ made up of silicon compounds is in a solid state. അതായത് അപ്പർ മാൻഡിൽ ഉണ്ടാക്കിയിരിക്കുന്നത് സിലിക്കൺ കോമ്പൗണ്ടിലൂടെയാണ്. അതൊരു സോളിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. അത് ഈ ചെറിയ ചെറിയ കീ വേർഡ്സ് ശ്രദ്ധിക്കണം, കാരണം ഇമ്പോർട്ടൻ്റ് ആണ്. ലോവർ മാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പർ മാൻഡിലിൻ്റെ താഴെ കാണുന്നത് അത് സെമി ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അപ്പോൾ അപ്പർ മാൻഡിൽ സോളിഡും ലോവർ മാൻഡിൽ സെമി ലിക്വിഡ് സ്റ്റേറ്റിലുമാണ് കാണപ്പെടുന്നത്. പിന്നെ ഔട്ടർ കോറും ഇന്നർ കോറും. ഔട്ടർ കോറിലുള്ള മിനറൽസ് മോൾട്ടൺ സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. കാരണം അവിടുത്തെ പ്രഷറിലെ വേരിയേഷൻ ആണ്, ഹൈ പ്രഷർ ആണ്. ഇന്നർ കോർ സോളിഡ് സ്റ്റേറ്റിലാണ്. നിക്കലും അയണും മിനറൽസ് കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് അതിൻ്റെ കോമ്പോസിഷൻ ആണ് നിക്കലും അയണും. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അതായത് ബേസിക് ആയിട്ടുള്ള എത്ര ലെയേഴ്സ് ഉണ്ട് അതിനെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ. ഇനി നമ്മൾ ഓരോന്നിനെ പറ്റിയും പഠിക്കും, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതാണ്. അപ്പം ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയാം. ദെൻ അപ്പോൾ എന്തൊക്കെയുണ്ട് ഇതിൽ നമുക്കൊന്ന് ബ്രീഫായിട്ട് ഓടിച്ചു പോകുമ്പോഴത്തേക്കും നമുക്ക് പറയാൻ പറ്റും, എർത്ത് വേക്കിൻ്റെ വേവ്സിൻ്റെ ഇൻറ്റൻസിറ്റീനെ ബേസ് ചെയ്ത് ഓർ ഫ്രീക്വൻസിയെ ബേസ് ചെയ്തിട്ട് 3 ലെയേഴ്സായിട്ട് തിരിച്ചിട്ടുണ്ട്: ക്രസ്റ്റ്, മാൻഡിൽ, കോർ. ക്രസ്റ്റിനെ പിന്നെയും ഡിവൈഡ് ചെയ്തിരിക്കുന്നു സിയാൽ, സിമയെന്നും. കോണ്ടിനെൻ്റൽ ക്രസ്റ്റിനെ സിയാൽ എന്നും ഓഷ്യാനിക് ക്രസ്റ്റിനെ സിമയെന്നും. പിന്നെ അത് കഴിഞ്ഞടുത്ത് മാൻഡിൽ. മാൻഡിൽ എന്ന് പറയുമ്പോൾ ക്രസ്റ്റിന് താഴെ കാണുന്നതാണ് മാൻഡിൽ. മാൻഡിൽ എന്താ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, അപ്പർ മാൻഡിലും ലോവർ മാൻഡിലും. അപ്പർ മാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് സോളിഡ് സ്റ്റേറ്റും ലോവർ മാൻഡിൽ എന്ന് പറയുമ്പോഴത്തേക്ക് സെമി ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. ക്രസ്റ്റ്, മാൻഡിൽ, കോർ. മാൻഡിൽ കഴിഞ്ഞ് അടുത്ത് കാണപ്പെടുന്ന ഒരു ലെയറാണ് കോർ. കോർ എന്ന് പറയുമ്പോഴത്തേക്ക് എർത്തിൻ്റെ സെൻട്രലിൽ വരുന്ന പോർഷനാണ്. കോറ് ഔട്ടർ കോറും ഉണ്ട്, ഇന്നർ കോറും ഉണ്ട്. ഔട്ടർ കോർ എന്ന് പറയുമ്പോഴത്തേക്കും അതെന്താ പറയുക, മോൾട്ടൺ സ്റ്റേറ്റിലാണ് കാണപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഇന്നർ കോറിലോട്ട് പോകുമ്പോൾ അത് സോളിഡ് സ്റ്റേറ്റിലോട്ട് മാറുന്നു. കാരണം എന്താ, അവിടുത്തെ പ്രഷറിൻ്റെ വേരിയേഷൻ ആണ്. അയണും നിക്കലും ആണ് അവിടുത്തെ ആ ലെയറിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പം ഈ ഫിഗർ നിങ്ങൾ നോക്കി വയ്ക്കുക. കാരണം പഠിക്കുന്ന സമയത്ത് നമ്മൾ ഈ പിക്ചേഴ്സൊക്കെ നോക്കി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്കത് മനസ്സിലാക്കാൻ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സായിട്ട് അടുത്ത ഡേ കാണാം. താങ്ക് യു.